മറ്റൊരു തട്ടിപ്പിന്റെ വാർത്ത വരുന്നു കോഴിക്കോട് നിന്ന്. കോഴിക്കോട് സൈനിക ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട സംഘം ദുബായിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന് പരാതി. കപ്പലിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് 4 ലക്ഷം തട്ടിയെന്നാണ് കോഴിക്കോട് സ്വദേശികളായ യുവാക്കളുടെ പരാതി. ഇൻസ്റ്റഗ്രാമിൽ പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. പരസ്യം കണ്ട് ബന്ധപ്പെട്ട യുവാക്കളെ പണം വാങ്ങി വിസിറ്റിംഗ് വിസ നൽകി ദുബായിൽ എത്തിച്ചെന്നും പിന്നീട് ജോലി നൽകാതെ കബളിപ്പിച്ചെന്നുമാണ് പരാതി. ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആർമിക്കാരനുള്ള ട്രസ്റ്റ് വെച്ച് നമ്മൾ ഷിപ്പിലേക്ക് ഈ ഏജൻസിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ 4 ലക്ഷം റുപ്യ ചോദിച്ചു. അത് നമ്മൾ എമൗണ്ട് കൊടുത്ത് നമ്മളെ ദുബായിലേക്ക് അയാൾ കൊണ്ടുപോയി. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ മര്യാദയ്ക്ക് റൂമില്ല, ഫുഡ് കാര്യങ്ങൾ വരെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അയാൾ സംസാരിച്ചപ്പോൾ റെഡിയാക്കി 2 ദിവസം കൊണ്ട് റെഡി ആയി തരാം എന്നങ്ങനെ പറഞ്ഞ് കുറേ കാലം നീട്ടിക്കൊണ്ടുപോയി. 2 മാസത്തെ വിസക്കാണ് നമ്മൾ പോയത്. വിസ എക്സ്പയർ ആയി. അതിനുശേഷം നമ്മൾ വിസ പുതുക്കി തന്നവർ. വിസ ഇപ്പോൾ പുതുക്കി തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ മുന്നേ ഇങ്ങോട്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ തന്ന പൈസ ഞാൻ തരില്ല, വിസ എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുമെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അയാളുടെ നിർബന്ധപ്രകാരം നമ്മൾ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് 1 മാസത്തെ കൂടി. വിവരങ്ങളുമായി ശരത് എസ് ആണ് ചേരുന്നത്. ശരത്, ഇത് ചെറിയ തട്ടിപ്പല്ല, 4 ലക്ഷത്തിന്റെ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ എത്ര പേരാണ് ഇതിൽ ഈ തട്ടിപ്പിന് ഇരയായത്? ഇയാൾ ദുബായ് വരെ എത്തിച്ചു ഈ തട്ടിപ്പ്. നിലവിൽ 5 പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് യുവാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എലത്തൂർ സ്വദേശിയായ സമ്പത്ത് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. മലപ്പുറം സ്വദേശിയായ ഒരു സൈനിക ഉദ്യോഗസ്ഥനൊപ്പം കൊല്ലം സ്വദേശിയായ മറ്റൊരാൾക്കുമെതിരെയാണ് ഈ പരാതി. പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻസ്റ്റഗ്രാമിൽ ഇത്തരമൊരു ദുബായിൽ ജോലിയുണ്ട്, ഷിപ്പിംഗ് കമ്പനിയിൽ ജോലിയുണ്ട്, അതിൽ ഒഴിവുണ്ട്, അതുകൊണ്ട് തന്നെ പണം നൽകിയാൽ ജോലി നൽകാമെന്ന പരസ്യം ഇൻസ്റ്റഗ്രാമിലൂടെ കാണുന്നു. പിന്നീട് സൈനിക ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തിയാണ് മലപ്പുറം സ്വദേശി ഇവരെ കൂടുതൽ ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസം ആ സമയത്ത് തന്നെ സൈനിക ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിക്ക് ആർജിച്ചെടുക്കാൻ സാധിച്ചു. അങ്ങനെ വിവിധ തവണയായി, അതായത് സൈനിക ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയൊപ്പം കൊല്ലം സ്വദേശിയായ മറ്റൊരാളും വിവിധ തവണയായി ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് വിസിറ്റിംഗ് വിസ ഇവർക്ക് നൽകി ദുബായിലേക്ക് എത്തിക്കുകയും ചെയ്തു. അവിടെ റൂമും മറ്റു സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റൂമോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ കാര്യമായി ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ഒരാഴ്ചക്കുള്ളിൽ ജോലിയിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞ് വിവിധ തവണ നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആദ്യത്തെ 2 മാസം കഴിഞ്ഞ സമയത്ത് വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞ സമയത്ത് അത് വീണ്ടും പുതുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിനും ഇവർ കയ്യിൽ നിന്ന് പണം മുടക്കി വീണ്ടും പുതുക്കി. പിന്നീട് 1 മാസത്തേക്ക് പുതുക്കിയെങ്കിൽ പോലും അതിനുശേഷവും സമാനമായ അനുഭവം ഉണ്ടായതോടുകൂടി തന്നെ യുവാക്കൾ തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന് ഇവരോട് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പണം നൽകില്ല എന്നുള്ളതാണ് സൈനിക ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശി ഇവരെ അറിയിച്ചത്. പക്ഷേ ഇവർ ജോലി ലഭിക്കില്ല എന്ന് ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സ്വദേശിയായ സമ്പത്ത് ഉൾപ്പെടെയുള്ള യുവാക്കൾ തിരിച്ച് നാട്ടിലേക്ക് വരികയും നിലവിൽ ഇപ്പോൾ കോഴിക്കോട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരാളിൽ നിന്ന് 4 ലക്ഷത്തോളം രൂപ വെച്ച് 5 പേരിൽ നിന്ന് ഇങ്ങനെ വിവിധ തവണ ഇവർ പണം വാങ്ങി തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഈ പരാതിയിലും പറയുന്നത്. ശരി, ശരത് എസ് ആണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഒരു സൈനിക ഉദ്യോഗസ്ഥനടങ്ങുന്ന സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്.